നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ശരിക്കും ഞെട്ടും. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില വാർത്തകൾ ഈ ചലം ചാനൽ, അതുപോലെ ഈ കർമ്മ കക്കൂസ് പോലുള്ള ചാനലിനകത്തൊക്കെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മളൊന്ന് ഞെട്ടിപ്പോവും. കാരണം ഇവർക്ക് ഇങ്ങനെയൊക്കെ വാർത്തകൾ ചെയ്യാൻ പറ്റുമോ, ഇവർ ഇങ്ങനത്തെ വാർത്തകളൊക്കെ ചെയ്യുമോ എന്നൊക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകാറുണ്ടല്ലേ. കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഒരു ഹൈന്ദവ സഹോദരി, ഒരമ്മ, ആ ഒരു അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ മുസ്ലിം പള്ളിയുടെ കോമ്പൗണ്ടിൽ ആയ രീതിയിൽ നടത്തി. കാരണം കേരളം എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഈറ്റില്ലമാണ് എന്ന് നമുക്കറിയാം. പക്ഷെ ഈ നാട്ടിൽ ഈ മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടി ഇവിടെ കാലാകാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ക്ഷുദ്രജീവികളുണ്ടല്ലോ, നമ്മുടെ കാസാക്കൂസന്മാരും അതുപോലെ ഈ സംഘി ഓളികളും. അപ്പോൾ ഇവൻ്റെയൊക്കെ അണ്ണാക്കിലേക്ക് അടിച്ചു കൊടുക്കുന്ന ചില വാർത്തകളാണിത്. അതും അതേ പ്ലാറ്റ്ഫോമിൽ തന്നെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു സുഖവും ഒരു സന്തോഷവും അതൊന്നും വേറെയല്ല അല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം കോട്ടയത്താണ് മദ്രസ മുറ്റത്ത് ഓമനയമ്മയുടെ അന്ത്യകർമ്മങ്ങൾ. സ്നേഹത്തിൻ്റെ കരങ്ങൾ നീട്ടി കോട്ടയം കുമാരനെല്ലൂർ മക്ക മസ്ജിദ്. വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. ഇതിനൊക്കെ ഒരുപാട് വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട്. കേരളം എന്ന് പറയുന്നത് ഇതാണെന്നേ. ഈ കേരളത്തിൽ ആരൊക്കെ ഇനി എന്തൊക്കെ തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാലും ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെയാണ് കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഈ വേട്ടാവളിയന്മാർക്കും വേട്ടാവളിയന്മാർക്കും ഒക്കെ കുരുപൊട്ടുന്നത് അല്ലേ. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു സംഭവം കൂടെ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇതും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിട്ട് വേണം നമ്മുടെ ആ ഒരു ന്യൂസ്. അതായത് നമ്മുടെ കർമ്മ കക്കൂസിലിരുന്ന് മറ്റേ അമ്മച്ചി നിരന്തരം ഇവിടുത്തെ മുസ്ലിങ്ങളെ കുറിച്ചിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാണല്ലോ, അതേ നാവ് കൊണ്ട് തിരുത്തി പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സുഖമൊന്നും വേറെയില്ല. ആ ഒരു സുഖമൊന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഇവിടുത്തെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ വളരെ പ്രധാനമായിട്ട് കൊടുക്കേണ്ട വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരം വാർത്തകളൊന്നും അവർ കൊടുക്കില്ല. അവർക്ക് ചില അജണ്ടകളുണ്ട്. ഇവിടുത്തെ ചില വിഴുപ്പ് ഭാണ്ഡങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നവരാണല്ലോ ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞ് നടക്കുന്ന ചില വേട്ടാവളിയന്മാർ. അപ്പം നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള മറ്റൊരു പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിൽ ഞാനൊന്ന് പെടുത്തുകയാണ്. മഞ്ചേശ്വരത്ത് ഉത്തരേന്ത്യൻ മോഡൽ ആക്രമണം. കാലികളെ ഇറക്കുകയായിരുന്ന തൊഴിലാളികളെ സംഘം ചേർന്ന് മർദ്ദിച്ചു. അപ്പം സംഘിക്കുട്ടന്മാരായിട്ടുള്ള 4 പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മഞ്ചേശ്വരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അല്ലെ, BJP RSSനൊക്കെ ഒരു ഇച്ചിരി പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അപ്പം എവിടെങ്കിലും ഇവർക്ക് ഇച്ചിരി മുൻതൂക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ഉത്തരേന്ത്യൻ മോഡൽ ആക്കാൻ വേണ്ടിയാണ് ഈ നാറുകൾ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ എടപ്പാട് പോലുള്ള സ്ഥലങ്ങളൊക്കെ ഈ വേട്ടാവളിയന്മാർ ചിലപ്പോൾ മറന്നുപോകും. അപ്പം അങ്ങനെ മറന്നു പോകുമ്പോൾ അതിനെ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന ഒരു വലിയ ജനസമൂഹം നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അവരത് കൃത്യമായിട്ട് അറിയിച്ചു കൊടുത്തോളും. അപ്പം ആ സന്തോഷകരമായിട്ടുള്ള ആ ഒരു വാർത്ത ഈ അമ്മായിയിൽ നിന്ന് തന്നെ ഒന്ന് കേട്ടു നോക്കിയാലോ, പോയാലോ. മദ്രസയിൽ രാമനാമം ഉയരുക. ഒരു ഹിന്ദുവിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് മദ്രസയിൽ വേദിയൊരുങ്ങുക. അത്തരം കാഴ്ചകൾ നമ്മുടെ കേരളത്തിൽ പലയിടത്തുമുണ്ട്. പക്ഷെ കണ്ണു തുറന്ന് അത് കാണണം. അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം. അങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടാൽ, അതിനെക്കുറിച്ച് കേട്ടാൽ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ താല്പര്യവുമുണ്ട്. പൊതുവെ ഒരു മതവിരുദ്ധത പരത്തുന്ന ന്യൂസ് റീഡർ. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ള വിമർശനങ്ങൾ. നിരവധി കേട്ടിട്ടുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ എൻ്റെ പ്രേക്ഷകരോട് പറയട്ടെ, നല്ല കാര്യങ്ങൾ കണ്ടാൽ പറയാൻ യാതൊരു മടിയുമില്ല. അത്തരമൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. താമസിക്കുന്ന വീട്ടിലേക്ക് സ്ട്രെച്ചറോ മൊബൈൽ മോർച്ചറിയോ കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു കുടുംബം. ആ കുടുംബത്തിന് കഴിഞ്ഞ ദിവസം താങ്ങായത് ഒരു മദ്രസയും അവിടുത്തെ മനുഷ്യസ്നേഹികളും. കുമാരനെല്ലൂർ ഇർഷാദുൽ മുസ്ലിം മദ്രസയിലെ മുറ്റത്ത് വെള്ളവിരിച്ച പന്തലിൽ പെരുമ്പാലയിൽ ഓമന രാജേന്ദ്രന്റെ മൃതദേഹം കിടത്താൻ സൗകര്യം ചെയ്തു കൊടുത്ത മുസ്ലിം സഹോദരങ്ങൾ. ഉയരുന്ന നാമജപത്തിനിടയിൽ അന്ത്യകർമ്മങ്ങൾക്കുള്ള ഒരേ മനസ്സോടെ തയ്യാറെടുപ്പിലായിരുന്നു ബന്ധുക്കളും മുസ്ലിം സഹോദരങ്ങളും. ഖുറാൻ പഠിപ്പിക്കുന്ന ഇടമാണ്. അവിടെ ആദ്യമായി ഹിന്ദു കുടുംബാംഗത്തിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് ഇടമൊരുങ്ങി. അത് വർഷങ്ങളായുള്ള ഒരു സ്നേഹബന്ധത്തിന്റെ കഥ കൂടിയാണ്. മദ്രസയിൽ രാമനാമം ഉയരുക. ഒരു ഹിന്ദുവിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് മദ്രസയിൽ വേദിയൊരുങ്ങുക. അത്തരം കാഴ്ചകൾ നമ്മുടെ കേരളത്തിൽ പലയിടത്തുമുണ്ട്. പക്ഷെ കണ്ണു തുറന്ന് അത് കാണണം. അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം. അങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടാൽ, അതിനെക്കുറിച്ച് കേട്ടാൽ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ താല്പര്യവുമുണ്ട്. പൊതുവെ ഒരു മതവിരുദ്ധത പരത്തുന്ന ന്യൂസ് റീഡർ. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ള വിമർശനങ്ങൾ. നിരവധി കേട്ടിട്ടുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ എൻ്റെ പ്രേക്ഷകരോട് പറയട്ടെ, നല്ല കാര്യങ്ങൾ കണ്ടാൽ പറയാൻ യാതൊരു മടിയുമില്ല. അത്തരമൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. താമസിക്കുന്ന വീട്ടിലേക്ക് സ്ട്രെച്ചറോ മൊബൈൽ മോർച്ചറിയോ കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു കുടുംബം. ആ കുടുംബത്തിന് കഴിഞ്ഞ ദിവസം താങ്ങായത് ഒരു മദ്രസയും അവിടുത്തെ മനുഷ്യസ്നേഹികളും. കുമാരനെല്ലൂർ ഇർഷാദുൽ മുസ്ലിം മദ്രസയിലെ മുറ്റത്ത് വെള്ളവിരിച്ച പന്തലിൽ പെരുമ്പാലയിൽ ഓമന രാജേന്ദ്രന്റെ മൃതദേഹം കിടത്താൻ സൗകര്യം ചെയ്തു കൊടുത്ത മുസ്ലിം സഹോദരങ്ങൾ.
ഉയരുന്ന നാമജപത്തിനിടയിൽ അന്ത്യകർമ്മങ്ങൾക്കുള്ള ഒരേ മനസ്സോടെ തയ്യാറെടുപ്പിലായിരുന്നു ബന്ധുക്കളും മുസ്ലിം സഹോദരങ്ങളും. ഖുർആൻ പഠിപ്പിക്കുന്ന ഇടമാണ്. അവിടെ ആദ്യമായി ഹിന്ദു കുടുംബം എന്റെ അമ്മായി ഇനി മരിച്ചാലും കുഴപ്പമില്ല കേട്ടോ. നിരന്തരം ഈ സെപ്റ്റി ടാങ്കിൽ ഇരുന്നുകൊണ്ട് ഒരു മതത്തെ കുറിച്ചിട്ട് അന്ധമായ വിരോധം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗണി ചേച്ചി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? നല്ലത് കണ്ടു കഴിഞ്ഞാൽ അത് പറയാൻ എനിക്ക് ഒട്ടും മടിയില്ല പോലും. ഇനി ഇതിൽ കൂടുതൽ ഇനി എന്താണ് നമുക്ക് വേണ്ടല്ലേ? ശരിക്കും അമ്മായി ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കാണുന്നത്. ഈ കേരളത്തിൽ പല ജില്ലകളിലും പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊന്നും അമ്മായി കണ്ണു തുറന്ന് കാണാത്ത കൊണ്ടായിരുന്നു. ഇപ്പൊ എന്താണെങ്കിലും ഈ ഒരു വാർത്ത എടുത്തിടാനായിട്ടുള്ള ഒരു മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹൈന്ദവ മത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഈ കർമ്മ കക്കൂസിൽ ചലം ടി വിക്കകത്തൊക്കെ നിങ്ങൾ അവരുടെ ജസ്റ്റ് കമന്റുകളൊന്ന് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ കമന്റ് ഇട്ട് വിമർശിക്കുന്നത് ഈ നാട്ടിലെ മനുഷ്യനെ സ്നേഹിക്കുന്ന നല്ലവരായിട്ടുള്ള ഹൈന്ദവ മത വിശ്വാസികൾ തന്നെയാണ്. അപ്പൊ ഈ കമന്റുകളൊക്കെ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ഒന്ന് ഓടിച്ചു നോക്കിയപ്പോഴത്തേക്ക് അമ്മായിയുടെ കിളി അങ്ങ് പോയെന്നുള്ള. അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും നല്ലൊരു വാർത്ത അങ്ങോട്ട് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മായി എടുത്തിട്ട് അങ്ങോട്ട് കീറിയ ഒരു വാർത്തയായിരുന്നു നമ്മുടെ ഈ ഓമനക്കുട്ടി അമ്മയുടെ സംസ്കാര ചടങ്ങുകൾ ഒരു മുസ്ലിം മസ്ജിദിൽ വെച്ചിട്ട് ആ മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു കാരുണ്യം അവിടെ കാട്ടി. ഇത് കാണുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നത്? ഞാനൊരു വർഗീയവാദിയാണെന്നാണ് മിക്കവരും പറയുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്തൊന്നും ഒരു മാറ്റവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. കാരണം നാളെ അമ്മായി ഇതിലപ്പുറമായിട്ട് വരുമെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എത്ര കാലം ഇങ്ങനെ വർഗീയത പറഞ്ഞ് ജീവിക്കാൻ സാധിക്കും? കേൾക്കുന്ന ജനങ്ങൾ മടുക്കൂല ഇതൊക്കെ. കാസർഗോഡത്തെ ഒരു വാർത്ത നിങ്ങളെ കാണിച്ചല്ലോ. അങ്ങ് UP മോഡൽ പരിപാടിയാണ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. പോലീസ് എന്തായാലും ആ 4 നായ്ക്കളെയും പൊക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും ഇവിടെ തീരുന്നില്ല. കാരണം ഇതിനൊക്കെ ശക്തമായ രീതിയിലുള്ള പണിഷ്മെന്റ് കൊടുക്കണം. കാരണം നമ്മുടെ നാട്ടിൽ BJPയോ സംഘപരിവാറോ ആധിപത്യമുള്ള പ്രദേശങ്ങൾ, ഇപ്പൊ പാലക്കാട് ജില്ലയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അവിടെ പല തരത്തിലുള്ള പരിപാടികളും ആസൂത്രണം ഇവന്മാർ ചെയ്യുന്നുണ്ടെങ്കിലും നല്ലവരായിട്ടുള്ള കുറെ മനുഷ്യരുള്ളത് കൊണ്ടാണ് ഇവന്മാരുടെ ഈ ഒരു പരിപാടി ഒന്നും ഇവിടെ നടക്കാത്ത. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ കൊടുത്തപ്പോഴത്തേക്ക് അവിടെ കാട്ടിക്കൂട്ടുന്ന മേയറിന്റെ കോപ്രായങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ? എന്തായാലും ഈ കർമ്മ കക്കൂസിൽ വന്നിട്ടുള്ള ഈ ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ ശരിക്കും എൻ്റെ മനസ്സങ്ങോട്ട് നിറഞ്ഞത് കേട്ട നിങ്ങളുടെ മനസ്സ് നിറഞ്ഞു കാണും. പക്ഷേ നമ്മളങ്ങോട്ട് കൂടുതലായിട്ട് ഇവറ്റകളെ വിശ്വസിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടിട്ട് അത് വലിച്ചൂരി എടുത്താൽ അതിങ്ങനെ വളഞ്ഞേ ഇരിക്കത്തുള്ളൂ എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. നാളെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എന്തൊക്കെയാണ് ഇനി പറയാൻ പോകുന്നതെന്നുള്ളത്. മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു എന്താ പറയാ ഒരു ഈറ്റില്ലമാണ് നമ്മുടെ കേരളം. നമ്മുടെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വർഗീയത പറഞ്ഞ് കാലാകാലം അങ്ങ് ജീവിച്ചു പോകാം എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ മൂഢന്മാരുടെ സ്വർഗത്തിലാണ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഞാനാണെങ്കിൽ പോലും നമുക്ക് എല്ലാത്തിനെയും കുറിച്ചിട്ട് വിമർശിക്കാം, നമുക്ക് എല്ലാത്തിനെയും കുറിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. ആ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു മതത്തെയും വെറുപ്പിക്കാതെ എത്ര ഭംഗിയായ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുമല്ലേ? അപ്പം നല്ലതൊക്കെ ഈ നാട്ടിൽ ഒരുപാട് നടക്കുന്നുണ്ട്. അമ്മായി അങ്ങോട്ടൊക്കെ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ നോക്കിയതുപോലെ ഒന്നുകൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വാർത്തകൾ നല്ലത് കിട്ടും. അങ്ങനെ ആ നല്ല വാർത്തകൾ ഈ സെപ്റ്റി ടാങ്കിൽ ഇട്ടിട്ട് ആ സെപ്റ്റി ടാങ്ക് എന്നുള്ള ആ ഒരു പേര് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ വീഡിയോ? അമ്മായിയുടെ ആ ഒരു ലളിത സുന്ദരമായിട്ടുള്ള ആ ഒരു വാക്കുകൾ കേട്ടപ്പോഴത്തേക്ക് മനസ്സിനൊരു കുളിർമ തോന്നിയല്ലോ അല്ലേ? എന്തായാലും നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും